ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ ബേക്കൽ കോട്ട കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നല്ല ഉച്ച സമയമാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇതിലിട്ട് പോകുന്ന വഴിക്ക് ബേക്കൽ കോട്ട ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് കേട്ടോ എൻട്രൻസ്. നല്ല വെയിലുണ്ട്, എന്നാലും സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ ഒരു രസമല്ലേ. ഇവിടെ കയറുന്നതിൽ തന്നെ ഒരു ടെമ്പിൾ കാണാം, ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ. ഉച്ച സമയമായതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. അമ്മ ഹിസ്റ്ററി ടീച്ചർ ആയതുകൊണ്ടാണ് തോന്നുന്നു വിശദമായിട്ട് വേർഡൊക്കെ വായിക്കുന്നുണ്ട് എൻ്റെ അമ്മ. ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റ് വരുന്നുണ്ട്. ഉള്ളിലേക്ക് കടന്നു കേട്ടോ, ആ വലിയ ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട്. തിന്നാൻ വാങ്ങാം. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ട? നെല്ലിക്ക വേണ്ടേ? വെള്ളവും വാങ്ങി, അമ്മയ്ക്ക് പോപ്കോണും വാങ്ങി. അപ്പോൾ 5 രൂപ ബാലൻസിന് അവർ ചില്ലറയ്ക്ക് വരും ഉപ്പിട്ട നെല്ലിക്ക തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പാകമായ നെല്ലിക്കയാണ്. ഇതൊരു കിണറാണ് കേട്ടോ. കിണറിലേക്ക് കണ്ടോ, കുളത്തിലേക്കൊക്കെ പോകുന്ന പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. സേഫ്റ്റി ആലോചിച്ചിട്ടാണ് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റില്ല. അല്ല, കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ കാണൂല. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വേര് കാണാൻ. കുഞ്ഞി മാവാ ഇല്ല, നല്ല തണലായിട്ട്. ഇതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടേ, അപ്പം നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്, നല്ല സുഖമുണ്ട്. നല്ല രസമല്ലേ ഈ പുല്ല് കാണാൻ. നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്നതിനേക്കാളും നല്ല കളറുണ്ട്. പുതിയൊരു വഴിയാണ് കേട്ടോ, പോയി നോക്കാം. ഇതിലൂടെ നടന്നാൽ അവിടെ ബീച്ചിലെത്തുന്നാ തോന്നുന്നത്. മാവുകളാണ്, മരങ്ങളൊക്കെ കണ്ടോ, ചെറിയ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. തപ്പി പിടിച്ച് വന്നപ്പോഴേക്കും നല്ല അടിപൊളി സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. നമുക്കൊരു ബോട്ടൊക്കെ പോകുന്നത് കാണാം കേട്ടോ. വേണ്ട, ഫിഷിംഗ് ബോട്ടാണ് തോന്നുന്നു പോകുന്നത്. ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഒരു റിബൺ പോലെ കാണുന്നില്ലേ അത്. എന്തൊരു ഭംഗിയാ കാണാൻ. കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് വന്ന് പോകുമ്പോൾ ഒന്നും രസമില്ല. ബീച്ചിൽ കണ്ട നിറച്ച് ഫിഷിംഗ് ബോട്ട്. അറ്റത്ത് ഈ പുല്ല് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇവിടെയൊക്കെ ചെറിയ പോർഷനില്ലേ, ഓരോ സ്പ്ലിറ്റിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഓരോ സൈഡിലുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഓരോ വ്യൂവും വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു കോട്ടയിൽ നിന്ന് മറ്റൊരു കോട്ടയിലേക്കൊക്കെ പോകാനുള്ള വഴികളുണ്ട്. ഞാനേ അമ്മേനെ വെറുതെ കുറേ നടത്തിക്കണ്ടെന്ന് വെച്ചിട്ടേ അവിടെ ഇരുത്തിയിട്ട് വന്നതാണ്. അപ്പം ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് കാണാൻ. അപ്പോൾ അമ്മേനെയും കൊണ്ട് വന്നിട്ട്
ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണട്ടെ. മെല്ലെ ഇറങ്ങിയാൽ മതി. മെല്ലെ ഇറങ്ങണേ, എനിക്ക് പണി ഉണ്ടാക്കരുത്. ഈശ്വര, പണിയായ ഞാൻ ആദ്യം ഇറങ്ങണ? ഇതൊരു തുരങ്കാണ് കേട്ടോ. ആ ചെറിയ ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവർ പറയണത് ബീച്ചിലെത്തുന്നാണ് പറയുന്നത്. ഈ നടപ്പാത പുതിയതായിട്ടുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഇതാ അമ്മ, ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. വേറെ എവിടെയോ എത്തിയ പോലെയുണ്ട്. ഇത് ബേഡ്സിനൊക്കെ വെള്ളവും നെൽമണിയൊക്കെ ഇട്ട് കൊടുക്കുന്ന പാത്രം പോലെ ഉണ്ടാക്കിയൊരു സ്ട്രക്ചറാണ്, കല്ലുകൊണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയാല്ലേ. നമ്മള് കുട്ടിയാകുമ്പോ ഇങ്ങനെ പോയില്ലല്ലോ, ഇത്രയും മുല്ല് കൂടെ. ഇത് നമ്മള് വൈക്കോലിന് പകരം വെക്കുന്ന പറയുന്നേ. ഇത് നമ്മള് ഓലക്കൊക്കെ പകരേ ഒരു കാണുന്നില്ല അമ്മേനെ. അമ്മ ഇവിടെ എത്തിയിട്ടില്ല. ഇത് ഭയങ്കര സംഭവം അല്ലേ. ബേക്കൽ കോട്ട കാണാൻ പോയിട്ട് പുല്ലിന്റെ കാട്ടിക്കൂടെ. അയ്യോ, ഇത് ഓരോ ഭാഗത്തുനിന്ന് നോക്കുമ്പോ എന്തൊരു ഭംഗിയാ കാണാന്. കല്ലൊക്കെ നോക്ക്, എടുത്തെടുത്തു. നമുക്ക് അവിടെ പോണ്ടേ, പോവാൻ നേരം വരും. സമയം എത്രയും നോക്കാം. ഓട് വായിച്ചിട്ട് താഴേക്ക് പോയി കൂടുന്നു. അല്ലല്ല, നമുക്ക് വേറെ വഴി കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ അതിനേക്കാളും ഭംഗി കേട്ടോ. നല്ല രസമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തത്. ഈ ഒരു എന്താ പറയുക, ക്ലൈമറ്റിനൊക്കെ യോജിച്ച രീതിയിലുള്ള ചെടികളും അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടികളാണ്. കള്ളിമുൾച്ചെടീൻ്റെ മേലിൽ മുഴുവൻ പേരെഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? 2024-25 ഓരോരുത്തരുടെ പേര്, ഏത് വർഷം എഴുതിയത്. ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇട്ടിട്ട് കത്തിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അറിയുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇവിടെ ഇപ്പം
ഏത് ഭാഗത്താ അതിന് ഭംഗി കൂടുതൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഭാഗവും ഒന്നിനൊന്ന് മെച്ചാണ്, ഭയങ്കര ഡിഫറെൻ്റാണ്. ഓരോ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ്, എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3-4 മണിക്കൂറൊക്കെ വേണം ബേക്കൽ കോട്ട കാണാൻ. വന്നിട്ട് വേഗം ഓടി ബസ് കയറി പോകുന്ന പരിപാടി നടക്കില്ല. ക്ലീനായിട്ടുള്ള സ്ഥലം കേട്ടോ, വേണ്ടാത്ത വേസ്റ്റ് ഒന്നും ഇട്ടില്ല, പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെയൊന്നും കാണാനില്ല. നല്ല നീറ്റായിട്ടുള്ള സ്ഥലം. ബെഞ്ചൊക്കെ ആണെങ്കിലൊക്കെ നല്ല ഭംഗി. അവിടെ നമുക്ക് ഇത് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള 2 ചെയറൊക്കെ ഉണ്ട്. നല്ല കാറ്റ്, ബീച്ചിനോട് അടുക്കും തോറും എന്തൊരു കാറ്റാന്നറിയില്ല. നമുക്ക് ആ ചെറിയ കോട്ടയിൽ പോയി നോക്കാം. നമ്മളിപ്പോൾ ബീച്ചിലെത്തി കേട്ടോ, കോട്ടയൊക്കെ കഴിഞ്ഞിട്ട്. പാറക്കെട്ടും ബീച്ചും ആണ് നല്ല കോമ്പിനേഷൻ അല്ലേ. അതിലാ ഒരു ആ തിരമാല വന്നിങ്ങനെ അടിക്കുമ്പം എന്തൊരു ഭംഗിയാണ്. ആ പാറക്കെട്ടിലേക്ക് നോക്ക്. എന്തൊരു ഭംഗിയല്ലേ, കൈതോലയാണെങ്കിലും കാണാന്. ഇതൊക്കെ ശില്പങ്ങളെ പോലല്ലേ, തകർന്നടിഞ്ഞ കൊട്ടാരം പോലെ അമ്മയ്ക്ക് തോന്നുന്നത്. ഇതിന്റെ മുള്ളൊക്കെ നല്ല ഭംഗിയില്ലേ കാണാന്. അമ്മയ്ക്ക് എന്തോ പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ്? വലിയ ഞണ്ട്. അതാ അമ്മ ഞണ്ട് ആ കല്ലുമ്മല്. നമ്മളെങ്ങനെ തിരിച്ചു പോവാ? തിരിച്ചു പോവാ. അതന്നെയാ ഞാൻ ചോദിച്ചത്, തിരിച്ചു അതുപോലെ പോണെന്ന്. എന്ത് ഭംഗിയുള്ള സ്ഥലത്തല്ലേ ഈ ബേക്കൽ ഫോർട്ട് ഉണ്ടാക്കിയത്. അടിപൊളി ലൊക്കേഷൻ. അസാധ്യാണോ? ഇത് ഭയങ്കര ഇഷ്ടായില്ലേ അമ്മയ്ക്ക്? നോക്ക് എന്താ ഫോഴ്സിൽ വരുന്ന നോക്ക്, തിരമാല ഉണ്ടാ. പാദസരട്ടിട്ട് പിന്നെയും കവി പറയുന്നു. പാദസരട്ടിട്ട് പാദസരം ഇങ്ങനെ അഴിക്കുക ഇടുകയാണ് ഈ തിരമാല എങ്ങനെ വരുമ്പോ. അത് ശരി. ആ പോയിന് ഓർമ്മ വരും. ഇവിടെ നോക്കിയ ഉപ്പുവെള്ളം ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് തിരിച്ചു പോകാൻ വയ്യാത്ത ഉപ്പുവെള്ളത്തിന് വെയിൽ നിറച്ച് ജീവികളും. എന്നാലും എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇല ഉണങ്ങിയതല്ല അത്, ശരിക്കും വേറെ ഇറങ്ങുന്നതാ. നോക്കിയ ആൾക്കാരെ കാൽപാദം നല്ല രസല്ലേ കാണാന്. എന്ത് ഇതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ? നല്ല രസമുണ്ട് അല്ലേ. വള്ളിക്കുടില് മഴ പെയ്താലും കൂടെ വെള്ളം വീഴില്ല.
അയ്യോ AC പോലെയുണ്ട്. അങ്ങോട്ട് വീഴോന്ന് പേടിക്കണ്ടല്ലോ. പിന്നെ തണുപ്പ് കാലത്ത് നല്ല ചുവന്ന പൂക്കൾ കണ്ട, ഇത് നിറച്ചുണ്ടാവും. നല്ല രസം അത് കാണാൻ. കുളമാണെന്നാ തോന്നുന്നത്. നേരത്തെ ഇതുപോലെ ഒരു സ്ഥലത്ത് കിണറായിരുന്നു, ഇത് കുളമാണ്. ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടെന്ന്. അല്ല, എവിടെ അമ്മേനെ കാണുന്നില്ലല്ലോ. ആണോ? അമ്മ എത്ര ചെറുതാ അവിടുന്ന് നോക്കുമ്പോ. ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വേണം ഈ കുളത്തിലെത്തുക. സ്റ്റെപ്പ് ഇറങ്ങാനേ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷെ കയറാൻ കുറച്ച് പണിയുണ്ട്. പക്ഷെ കുളം കണ്ടാൽ അതിൽ വെള്ളത്തിലുണ്ടെന്നൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ടെൻഡൻസി ആണല്ലോ. എന്തായാലും ഇതൊരു അപാര സംഭവം തന്നെയല്ലേ. ആ മരം നോക്കൂ, എന്താ അതിന്റെ ഷേപ്പ്, ഇട്ടടിച്ച പോലെ അല്ലേന്ന്. എന്ത് അപ്പം കുറേ സമയമായിട്ടോ ഇവിടെ ഫുള്ള് കണ്ട്. ഇനിയും കുറേ ഭാഗം കാണാനുണ്ട്. അപ്പം പറ്റുന്നത്ര ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു. ടാറ്റാ.